ഹലോ എവ്രിവൺ, നമ്മൾ ഇന്നലെ എന്താ നോക്കിയേ? കേരളത്തിന്റെ ഭൂവിഭാഗങ്ങളല്ലേ. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂവിഭാഗങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ. ഇന്ന് നമുക്ക് മലനാടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മലനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരെ അല്ലെങ്കിൽ 250 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെയാണ്, ഡിവിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരെ അല്ലെങ്കിൽ 250 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ്. കേരളത്തിന്റെ 48% എന്താണ്? മലനാടാണ്. കേരളത്തിലെ ഏറ്റവും വലുത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും കിഴക്ക് കാണുന്നതും ഏതാണ്? മലനാടാണ്. അപ്പൊ നമുക്ക് കേരളത്തിന്റെ മാപ്പ് നോക്കിയാൽ അറിയാം. മലമ്പ്രദേശങ്ങൾ എവിടെയാ കാണുന്നത്? കേരളത്തിന്റെ കിഴക്ക് വശത്തല്ലേ കാണുന്നത്. അതായത് നമ്മൾ മാപ്പിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. അപ്പൊ കേരളത്തില് പശ്ചിമഘട്ടം ഉൾക്കൊള്ളുന്ന ഭൂവിഭാഗം കൂടിയാണ് അല്ലെ. കേരളത്തിലെ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും പശ്ചിമഘട്ടം എവിടെ തൊട്ടാ? തമിഴ്നാട് മുതൽ അങ്ങ് ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന മലനിരകളെയാണ് നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അല്ലെ. കേരളത്തിലെ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന ഭൂവിഭാഗം കൂടിയാണല്ലേ. കേരളത്തിലെ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ അങ്ങ് ഗുജറാത്ത് മുതൽ തമിഴ്നാടിന്റെ സൈഡ് വരെ നീണ്ടു കിടക്കുന്ന മലനിരകളെയാണ് നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കേരളത്തിന്റെ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ഇടതൂർന്ന നിബിഡ വനങ്ങൾ ഉണ്ടാവും അല്ലെ. നിറയെ കാടും മലകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോകും തോറും കിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ മൂന്നാറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ എന്താ ഉള്ളത്? നിറയെ മരങ്ങളുണ്ട്, മലകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കൊണ്ടാ. അപ്പൊ ഇടതൂർന്ന നിബിഡ വനങ്ങൾ ഉണ്ടാവും. ഈ നിബിഡ വനങ്ങൾ എന്താ പറയുന്നത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്നാ പറയുന്നത് അല്ലെ. എത്ര സെന്റിമീറ്റർ? 200 സെന്റിമീറ്റർ മുതൽ 300 സെന്റിമീറ്റർ വരെ മഴ അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ മലനാട് ഇല്ലാത്ത ജില്ല ഏതായിരിക്കും? കേരളത്തിൽ മലനാട് ഇല്ലാത്ത ഒരേ ഒരു ജില്ലയേ ഉള്ളൂ. അതാരാ? ആലപ്പുഴ അല്ലെ. കേരളത്തിന്റെ പശ്ചിമഘട്ടം അല്ലെ. കേരളത്തിന്റെ പശ്ചിമഘട്ടം എവിടെയാ ഉള്ളത്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് പശ്ചിമഘട്ടം കാണുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്? മലകളുണ്ട്, ഇടതൂർന്ന നിബിഡ വനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്താ പറയാ? പശ്ചിമഘട്ടം എന്നാ പറയുന്നത്. അതെന്താ? കേരളത്തിന്റെ കിഴക്ക് സൈഡല്ലേ ഉള്ളത്. അപ്പൊ അത് പൂർവ്വഘട്ടം അല്ലേ വരണ്ടേ. കിഴക്ക് സൈഡ് ഉള്ളതിനെ നമ്മൾ പൂർവ്വം എന്നല്ലേ വിളിക്കുന്നത്. ഇതിനെന്താ പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറ് സൈഡിലാണ്. കേരളത്തിന്റെ കിഴക്ക് സൈഡിലാണെങ്കിലും ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് ഇതിനെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇനി പശ്ചിമഘട്ടത്തെ നമ്മൾ ലോക്കലി പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. അങ്ങ് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ അത് അഗസ്ത്യമലയെന്നും, കൊല്ലം തൊട്ട് ഇടുക്കിയുടെ ഏകദേശം ഒരു കുറച്ച് ഭാഗം വരെ നമ്മൾ എന്താ പറയാ? ഏലമലയെന്നും, ഇനി ഇടുക്കിയിൽ തന്നെ ഇടുക്കി തൊട്ട് പാലക്കാട് ചുരം വരെ, ഇത് പാലക്കാട് ഗ്യാപ്പാണ്, പാലക്കാട് ചുരം വരെ അതിനെ എന്താ പറയാ? ആനമലയെന്നും, പാലക്കാട് ചുരം തൊട്ട് വയനാട് വരെ അതിനെ നീലഗിരി കുന്നുകളെന്നും, ഇനി കണ്ണൂർ കാസർഗോഡ് അത് ബ്രഹ്മഗിരി കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ പേരിലാണ് കേരളത്തിന്റെ ഓരോ സ്ഥലത്തും പശ്ചിമഘട്ട മലനിരകൾ അറിയുന്നത്. ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. ആനമലയിൽ എന്തായിരിക്കും ഉള്ളത്? ആനമുടിയാണുള്ളത് അല്ലെ. ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം ചെന്ന പർവ്വതനിര ആണ്. അഗസ്ത്യ മലയിൽ എന്തായിരിക്കും ഉള്ളത്? അഗസ്ത്യാർകൂടം. അങ്ങനെ നമുക്ക് ഓരോ മലനിരകളെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കേരളത്തിലെ പ്രധാന മലനിരകൾ കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. തിരുവനന്തപുരത്താണെങ്കിൽ അഗസ്ത്യർകൂടം, കൊല്ലത്താണെങ്കിൽ റോസ്മല, പത്തനംതിട്ടയിലാണെങ്കിൽ ശബരിമല, ഇടുക്കിയിലാണെങ്കിൽ ദേവിമല, ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ, ചെന്താമര, ശിവഗിരിമല. എത്ര മലകളാണ് ഇടുക്കിയിലുള്ളതല്ലേ. തൃശ്ശൂരാണെങ്കിലോ പാലിപ്പള്ളിയും തിരുവില്ലാമലയും, പാലക്കാടാണെങ്കിൽ മല്ലീശ്വരൻ മുടി, വയനാട് അമ്പുകുത്തിമല, ബാണാസുരമല, ചെമ്പ്രമല, ബ്രഹ്മഗിരി കുന്ന്. ഇനി മലപ്പുറത്ത് അരിമ്പ്രക്കുന്ന്, കോഴിക്കോടാണെങ്കിൽ നമ്മുടെ വെള്ളരിമല, ഇനി കണ്ണൂരാണെങ്കിലോ ഏഴിമല, പുരളിമല, പൈതൽമല. അങ്ങനെ 3 മലകളാണ് കണ്ണൂരുള്ളത്. ഇനി കാസർഗോഡാണെങ്കിൽ ഒരേ ഒരു മലയേ ഉള്ളൂ. ഇതാരാ? റാണിപുരം. പക്ഷെ മലയുടെ പേരുമായിട്ടൊന്നും തോന്നുന്നില്ല അല്ലേ. റാണിപുരം എന്നാ അറിയപ്പെടുന്നത്. ഇത് പാവങ്ങളുടെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് 1-2 ചെറിയ ടോപ്പിക് കൂടെ നോക്കാം. മലയോര മേഖലയിലെ പീഠഭൂമികൾ. പീഠഭൂമികൾ എന്ന് വെച്ചാൽ എന്താ? അറിയോ നിങ്ങൾക്ക്? ഉയർന്ന നിരപ്പായ സ്ഥലം, അതായത് ഒരു മലയുടെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കാണുന്ന നിരപ്പായ സ്ഥലം, ഉയർന്ന നിരപ്പായ സ്ഥലത്തെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പീഠഭൂമികളാണ് വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി, മൂന്നാർ പീഠഭൂമി, പെരിയാർ. ഇതിൽ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്.
ഇനി വയനാട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. അത് കൂടാണ്ട് തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗം കൂടിയാണ് വയനാട് പീഠഭൂമി എന്ന് പറയുന്നത്.